പ്രിപ്പറേഷനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം. അതൊരു വ്യത്യസ്ത രീതിയിൽ തന്നെ ആണെങ്കിൽ നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. വെൽക്കം ടൈപ്പിസ്റ്റ്, അതുപോലെ സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ് പോലുള്ള പോസ്റ്റുകൾ. അപ്പൊ ഈ പോസ്റ്റുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഹൈ ആയിട്ടുള്ള സാലറിയുടെ പോസ്റ്റാണ്. ബാക്കി വരുന്ന കണ്ടന്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 4 മാസം 4 മന്ത് നമ്മൾ എന്ത് ചെയ്യും? ഫുൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ബാച്ചിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു ഉത്തരവായിട്ടാണ് ഇപ്പൊ എന്റെ കൂടെ വൈശാഖ് സാറും ഉണ്ട്. ഒരുപാട് കാൻഡിഡേറ്റ്സ്, എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ നോക്കുന്ന കാൻഡിഡേറ്റ്സ്, SSC, ബാങ്ക്, RRB എക്സാമിനേഷൻസ് ഒക്കെ നോക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ 3 എക്സാമിനേഷൻസും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് തന്നെയാണ്. ഈ 3 കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്? എല്ലാവരും പറയുന്ന പോലെ തന്നെ 3 ടൈപ്പ് എക്സാം ആണെന്നൊരു പറച്ചിലുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു 70% ഒരേ കണ്ടന്റ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈ SSCക്കും RRBക്കും അതേപോലെ ബാങ്ക് എക്സാംസിനും വരുന്ന സബ്ജക്റ്റ് ആണ്. മെന്റൽ എബിലിറ്റി, റീസണിംഗും ഈ 3 എക്സാമിനേഷൻസ് ഉണ്ട്. എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന 2 ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ ഈ 2 സബ്ജക്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗും. ഇംഗ്ലീഷ് SSCക്കും ബാങ്കിനും വരുന്നുണ്ട്, ഇംഗ്ലീഷ് ഇല്ല. പിന്നെ വരുന്ന എന്താ? കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് ബാങ്കിങ്ങിനുണ്ട്. ഈ 3 എക്സാംസിനും വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് വരുന്ന GK ആണ്, SSCക്കും റെയിൽവേക്കും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 70% ഒന്ന് പഠിച്ചിട്ട് ബാക്കി വരുന്ന 30% നമ്മൾ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ 3 എക്സാംസും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പ്രിപ്പറേഷനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം. അതൊരു വ്യത്യസ്ത രീതിയിൽ തന്നെ ആണെങ്കിൽ നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് എൻട്രി ലോഞ്ച് ചെയ്യുന്ന നിങ്ങൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് സ്പെഷ്യൽ ബാച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മിസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ സ്മാർട്ട് വർക്കാണ് എപ്പോഴും വേണ്ടത്. അതാണ് നമ്മൾ മിസ് പറഞ്ഞ എന്താണ് ഗൈഡൻസ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിൽ കൂടെ പഠിക്കുകയാണെങ്കിൽ ഈ 3 എക്സാംസിന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും പറ്റും. സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ്. മാത്രമല്ല ഓൾ ഇന്ത്യ നടക്കുന്ന എക്സാംസ് ആണ്. അപ്പൊ ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതും എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാം. അവരിൽ നിന്ന് നിങ്ങളെ എന്താണ് വ്യത്യസ്തരാക്കേണ്ടത്? അത് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും തന്നെ ആയിരിക്കും. ഈ ഇപ്പൊ സ്പീഡ് ഉണ്ടെങ്കിൽ ആക്യുറസി ഉണ്ടാവില്ല, ആക്യുറസി ഉണ്ടെങ്കിൽ സ്പീഡ് ഉണ്ടാവില്ല. അത് കാര്യമില്ല. ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം, അല്ലേ? ആക്യുറസി, അതായത് നമ്മള് ഇത്ര കറക്റ്റ് ആൻസർ കിട്ടുന്നതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എന്താണ്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അതെല്ലാം കറക്റ്റ് ആയിരിക്കും. അതാണ് സ്പീഡും ആക്യുറസി. അവിടെയാണ് ഈ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മള് വെറുതെ സിലബസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞ് പഠിച്ചിട്ട് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെ നമ്മളുടെ പഠനം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാവുന്നത്. അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ചാണ് ഈ പറയുന്ന ബാച്ച്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ 2024 എന്ന് പറയുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി തന്നെ വരുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. IBPS കലണ്ടർ ഔട്ട് ആണ്, SSC കലണ്ടർ ഔട്ട് ആണ്. നോക്കുകയാണെങ്കിൽ അതേപോലെ റെയിൽവേയുടെ കലണ്ടർ ഔട്ട് ആണ്. 20-ലധികം എക്സാം ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 40-ലധികം പോസ്റ്റുകളിലേക്കും ഈ ഒരു ഇത് വരുന്നത് എക്സാംസ്. അപ്പൊ നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എല്ലാ എക്സാംസും എഴുതാൻ പറ്റും. അത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വരുന്നത്, ഏതൊക്കെ എക്സാംസ് ആണ് എഴുതാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് നമ്മളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പോസ്റ്റുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മളുടെ ഈ RRB NTPC, അതായത് നോൺ ടെക്നിക്കൽ. റെയിൽവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആയിട്ടുള്ളതുകൊണ്ട് നോൺ ടെക്നിക്കൽ. അപ്പൊ ഡിഗ്രി ഉള്ള ആർക്കും ഏതൊരു കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് RRB NTPC എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം വരുന്നതാണ് ലെവൽ 6 ആയിട്ടുള്ള പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ മെയിൻ ആയിട്ട് കാണുന്ന ആ സ്റ്റേഷന്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ള അതോറിറ്റി.
അതാണ് സ്റ്റേഷൻ മാസ്റ്റർ. വൈറ്റ് യൂണിഫോമിൽ കൊടി പിടിച്ച് നിൽക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രാഫിക് അസിസ്റ്റന്റ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ്. ആ പോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ കാണാൻ വഴിയില്ല. ഗുഡ്സ് ഗാർഡ്, നിങ്ങൾ ട്രെയിൻ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊടി പിടിച്ച ഒരാളെ കാണാം, ഈ പറയുന്ന പോലെ ഗുഡ്സ് ഗാർഡ്. അതേപോലെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇനി വരുന്നതെല്ലാം തന്നെ ഓഫീസ് പോസ്റ്റ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളാണ് റെയിൽവേയില്. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടിയാണ് ഇതെല്ലാം. നല്ല അലവൻസും ഉണ്ട് റെയിൽവേ ജോബിന്, അലവൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നീട് വരുന്നത് സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ്, അതുപോലെ സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ് പോലുള്ള പോസ്റ്റുകൾ. അപ്പൊ ഈ പോസ്റ്റുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഹൈ ആയിട്ടുള്ള സാലറിയുടെ പോസ്റ്റാണ്. അതേപോലെ കണ്ടമാനം വേക്കൻസീസ്, അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വേക്കൻസീസ് ആണ് റെയിൽവേ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഈ വട്ടം വിളിക്കാൻ പോകുന്നത്. കാരണം ഇതിനു മുന്നേ NTPC നോട്ടിഫിക്കേഷൻ വന്ന് 2019 കോവിഡ് ഒക്കെ കാരണമാണ് എക്സാം ഡിലേ ആയത്. അപ്പൊ ഏകദേശം 5 വർഷത്തോളമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട്. 2019 ഇപ്പൊ 2024 നോട്ടീസ് ഓൾറെഡി റെയിൽവേ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളത്തെ വേക്കൻസീസ് ഉണ്ട്, റിട്ടയർഡ് ആയി പോയ ആൾക്കാരുണ്ട്. അപ്പൊ ആ വേക്കൻസിക്ക് ഒക്കെ എന്ത് ചെയ്യണം, റെയിൽവേ ഫില്ല് ചെയ്യണം. ജൂലൈ സെപ്റ്റംബറിൽ NTPC നോട്ടിഫിക്കേഷൻ കൺഫേംഡ് ആണ്. ഓൾറെഡി തന്നെ അവര് അനൗൺസ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഓക്കെ, അടുത്തതിന് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ലെവലിലുള്ള ഒരു എക്സാം ആണ്, റെപ്യൂട്ടഡ് എക്സാം ആണ് SSC CGL എന്ന് പറയുന്നത്. ഏകദേശം 26ഓളം ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കേട്ടറിവുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നർക്കോട്ടിക്സ്, അതുപോലെ തന്നെ CBI, ഇൻകം ടാക്സ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ട് ടാക്സസ്, അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 26ഓളം ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അവിടെ ഒട്ടനവധി പോസ്റ്റുകളും വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇതില് നമ്മളുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ്. എക്സൈസ് ഇൻസ്പെക്ടർ, നിങ്ങൾ കാണുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അപ്പർ ഡിവിഷൻ ക്ലർക്ക് തുടങ്ങി ഈ പോസ്റ്റുകളെല്ലാം എന്താണ്, ഡിഗ്രി ലെവൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. CBI ഇൻസ്പെക്ടർ, അതേപോലെയുള്ള പോസ്റ്റുകൾ, സബ് ഇൻസ്പെക്ടർ CBI, അതൊക്കെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്താണ്, ഇതിലേക്ക് പ്രമോഷൻ സാധ്യത അത്രയ്ക്കും വളരെ അധികമുള്ള പോസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സുകളിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സാംസ് എന്ത് ചെയ്യാം, വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതെ, ഹൈ സാലറി പേ, അതുപോലെ തന്നെ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള പോസ്റ്റുകളാണ് SSCയുടെ എല്ലാ പോസ്റ്റുകളും. പ്രത്യേകിച്ച് CBI ഇൻസ്പെക്ടർ പോലുള്ള. CBI ഇൻസ്പെക്ടർ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ സേതുരാമയ്യർ CBI അല്ലെ. അപ്പൊ ആളും ഇതേപോലെ എക്സാംസ് എഴുതി കയറിയതായിരിക്കാം. CGL ത്രൂ ആയിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ബാങ്ക് PO ആൻഡ് ക്ലർക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിനെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കിട്ടുന്ന സാലറിയും അലവൻസും തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ബാങ്ക് PO ക്ലർക്ക് കുറച്ചധികം ആൾക്കാർക്ക് അറിയായിരിക്കും. കാരണം അവര് എപ്പോഴും കാണുന്നതാണ്, ബാങ്കിൽ പോയിട്ട് കാണുന്നതാണ്. ഈ കൊല്ലം ഓൾറെഡി തന്നെ വിളിച്ചിട്ടുണ്ട്, ഇനിയും വിളിക്കാൻ പോകുന്നുണ്ട്. ഒട്ടനവധി എക്സാംസ് ആണ് ഇനി വരാനിരിക്കുന്നത് ബാങ്കിങ് സെക്ടറിൽ പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയിലായിട്ട് ബാങ്ക് വിളിക്കാത്തൊരു സമയത്ത് ഇൻഷുറൻസ് വിളിക്കും. അതിനിടയിൽ പ്രൈവറ്റ് ബാങ്കുകളെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറഞ്ഞാൽ കൂടി തന്നെ ബാങ്കിങ് മേഖലയിൽ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ. അതേപോലെ തന്നെ ഈ ബാങ്കുകളല്ലാതെ അതർ എക്സാംസ്, നമ്മളുടെ NABARD, RBI അസിസ്റ്റന്റ്, അതേപോലെയുള്ള ബാങ്കുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് മതി, ഡിഗ്രി ലെവൽ മതി. ഇപ്പൊ ഈ 3 എക്സാമിനേഷൻസിന്റെ അതിന്റെ നമ്മുടെ സ്പെഷ്യൽ ബാച്ചാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്പെഷ്യൽ ബാച്ച്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഓക്കെ ഇതൊരു സാധാ ബാച്ച് ആയിരിക്കും, ബാക്കിയുള്ള ബാച്ചിനെ വെച്ചിട്ട് ഇവിടെ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തരുന്ന ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഇതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു 4 ലെയർ സ്ട്രക്ചറും തന്നെയാണ്. ഈ ബാച്ചിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇപ്പോ മിസ് നേരത്തെ പറഞ്ഞു, നമ്മളുടെ എക്സാമിന്റെ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 70% 3 എക്സാമിന്റെയും സെയിം ആണ്. ബാക്കി വരുന്ന കണ്ടന്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 4 മാസം 4 മന്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അത് ബാങ്കിന്റെ ആയാലും SSCയുടെ ആയാലും റെയിൽവേയുടെ ആയാലും എന്താണോ സിലബസ് ഉള്ളത് അത് ഫുൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അതും ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഫുൾ ക്ലാസ്സുകളോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന 3 മാസം ഇപ്പൊ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് സ്ട്രോങ് ഏരിയാസും ഉണ്ടാവും, വീക്ക് ഏരിയാസും ഉണ്ടാവും. അത് സിലബസ് കവറേജിന്റെ ടുവേർഡ്സ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്താണ്, സ്ട്രോങ് ഏരിയാസ് എന്താണ്.
അപ്പൊ ഈ 3 months സംഭവിക്കുന്നത് നിങ്ങളുടെ വീക്ക് ഏരിയാസ് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെ സ്ട്രോങ് ഏരിയാസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന 3 മാസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ടോട്ടലി എക്സാം എഴുതുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 4 മാസം നമ്മൾ എന്ത് ചെയ്തു? ഫുൾ സിലബസ് പഠിച്ചു കഴിഞ്ഞു. എന്താണോ അറിയാത്ത അതും പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം, അല്ലെ, സ്പീഡും ആക്യുറസിയും. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിലേക്ക് എത്തുള്ളൂ. പലരും അത് ചെയ്യില്ല. ഫുള്ള് പഠിച്ചു കഴിയും, എന്നിട്ട് എന്ത് ചെയ്യും? ഓക്കെ, എന്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞ എക്സാം ഹാളിൽ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 50% ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്താ പറയാ? എനിക്ക് സമയം കിട്ടിയില്ല. ടൈം മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരു വലിയ പ്രശ്നമാണ്. അതാണ് ഈ 3 മാസം കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ 3 months. സ്പീഡ് പ്ലസ് പ്രാക്ടീസ്. നിങ്ങൾക്ക് എങ്ങനെ ആൻസറുകൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും വിത്തിൻ ടൈം. അതാണ് നമ്മൾ പറഞ്ഞ ടൈം വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? സ്പീഡും നിങ്ങളുടെ ആക്യുറസി ലെവലും എല്ലാം എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഈ 3 മാസത്തെ കോഴ്സ്. ഈ 3 മാസം നമ്മൾ കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ സമയം കൊണ്ട് ഫസ്റ്റ് 4 മാസം ഏകദേശം 10 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സാംസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ 2 months എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ബാങ്ക് എക്സാമിനേഷൻസിനെല്ലാം തന്നെ ഇന്റർവ്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പൊ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ലാസ്റ്റത്തെ 2 months. ഇന്റർവ്യൂ മാത്രമല്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ഇല്ല. പക്ഷെ അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന മാസമാണ് അവസാനത്തെ 2 മാസം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫിയർ അത് മാറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ട് ആ എക്സാമിന് അപ്പിയർ ചെയ്യാൻ നിങ്ങളെ ഒരു പെർഫെക്റ്റ് വൺ ആക്കുക. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ 2 months ഓഫർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ബാച്ചിന്റെ പ്രത്യേകത സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ എന്താണ് ഞങ്ങൾക്ക് SSC ആണെങ്കിൽ കിട്ടോ അല്ലെങ്കിൽ റെയിൽവേയുടെ കിട്ടോ? ഫുൾ എല്ലാ സിലബസും കവർ ചെയ്ത് ഇന്റർവ്യൂ വരെയുള്ള കോച്ചിങ് ആണ് നമ്മൾ ഈ ബാച്ചിൽ കൊടുക്കുന്നത്. അതും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് A to Z സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ബുക്കിൽ മോക്ക് ടെസ്റ്റുകളും റെലവെന്റ് ആയിട്ട് കറന്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ പഠിക്കാൻ വേണ്ടത് അതെല്ലാം ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് സ്റ്റഡി കാർഡ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. സ്റ്റഡി കാർഡ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഒരു എല്ലാ ഡീറ്റെയിലിങ്സും അടങ്ങിയിരിക്കുന്ന ഒരു കാർഡാണത്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സമയത്തും എക്സാമിന്റെ ഒക്കെ റിവിഷൻ സമയത്തൊക്കെ റിവൈസ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് റിവിഷൻ നടത്താം. എന്താണോ നിങ്ങൾക്ക് അപ്പോഴത്തെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ക്ലാസ്സസ് ഉണ്ട്. വിഷ്വലൈസേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കാം, അല്ലെ? കണ്ടുപഠിച്ച കാര്യം ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമയൊക്കെ കണ്ട കാര്യം ഒരിക്കലും മറക്കില്ലല്ലോ. അതേപോലെ എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതായത് ലെക്ചറിങ് ഒക്കെ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ഈ ബാച്ച്. ക്ലാസ് കേട്ട് മനസ്സിലാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു ആനിമേഷൻ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ സബ്ജക്റ്റുകളിലും നമ്മളത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ പ്രീമിയം ഫാക്കൽറ്റീസുമായിട്ട് മന്ത്ലി വൺസ് നിങ്ങൾക്കൊരു സെഷൻ ഉണ്ടായിരിക്കും. അതായത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലാസ്സുകൾ കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും അല്ലേ സർ പറയാം? പേഴ്സണൽ കാര്യങ്ങൾ പറയാം. അതേപോലെ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് എഴുതാൻ ഭയം ഉണ്ടാവും, ചിലവർക്ക് എക്സാം ഫിയർ ഉണ്ടാവും, നേരത്തെ മിസ് പറഞ്ഞ പോലെ. അതേപോലെ ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രീമിയം ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷനും നമ്മൾ ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞില്ല, നമുക്ക് ഡ്യുവൽ മെന്റർഷിപ്പും ഉണ്ട്. അതായത് ഈ ത്രൂ ഔട്ട് ഈ ബാച്ചിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അവരടുത്ത് ചോദിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം നിങ്ങൾ പഠിക്കുന്ന ഒരു ടൈമാണ്, മാത്സ് ചെയ്യുന്ന ഒരു സമയമാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു, നിങ്ങൾ ആരോട് ചോദിക്കുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഉടനെ തന്നെ നമ്മുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ സ്പെഷ്യൽ ബാച്ചിൽ വരുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്നുള്ളതാണ്. A to Z സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അതായത് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 20 കാൻഡിഡേറ്റ്സിന് അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ്, അതായത് SSC ആകാം, ബാങ്ക് ആകാം, RRB ആകാം, അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ്
ഒരു വർഷത്തേക്കും കൂടെ എക്സ്ട്രാ വാലിഡിറ്റി വാലിഡിറ്റിയും കൂടി ലഭിക്കുകയാണ്. ആദ്യത്തെ 20 അഡ്മിഷൻസിനാണ് നമ്മളത് ആദ്യത്തെ 20 അഡ്മിഷൻസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഷോർട്ട് അവർക്ക് 2 വർഷം പഠിക്കാനുള്ള കണ്ടന്റ് ആയി. ഒരു സെയിം പാക്കേജിൽ 2 വർഷം ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മുടെ ബാച്ച് 1 ഇയർ ആണ്, 3 കൂടെ ഉള്ള ബാച്ച് 1 ഇയർ ആണ്. എക്സ്ട്രാ നിങ്ങൾ ആദ്യത്തെ 20 അഡ്മിഷൻസിന് അവർക്ക് ഇഷ്ടമുള്ള ഒരു ട്രാക്ക്. ഇപ്പൊ ബാങ്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബാങ്കിലെ ആപ്ലിക്കേഷനിലുള്ള എല്ലാ കണ്ടന്റ്സും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സ്ട്രാ 1 ഇയറിലേക്ക്. ആൻഡ് നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓഫർ പ്രൈസിലെല്ലാം തന്നെ കോഴ്സുകൾ ഗ്രാബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് ഡയൽ ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.